ഹായ് മക്കളെ, ഹൈഡ്രോ കാർബൺസ് തുടങ്ങാം. ഹൈഡ്രോ കാർബൺസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ നോട്ട് അവൈലബിൾ ആവാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. CM അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഫ്രീ മെറ്റീരിയൽസ് എന്ന ഭാഗത്തേക്ക് പോവുക. ഞങ്ങളോട് കൂടെ +2 കൂടിയാൽ ഈ പറയപ്പെടുന്ന റിസൾട്ടുകളിൽ നിങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. 1200 വിദ്യാർത്ഥികളിൽ 770ഓളം വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ വാങ്ങിക്കൊടുക്കാൻ പറ്റിയ മാജിക്കൽ സ്ട്രാറ്റജി വെച്ചാണ് ഞങ്ങൾ ട്യൂഷൻ നടത്തുന്നത്. ഫുൾ മാർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോര്. അതല്ല, പാട്ടും ഡാൻസൊക്കെയാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് പോയിക്കോ. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 399 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് ഞങ്ങളുടെ കോഴ്സ് അവൈലബിൾ ആണ്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കംപ്ലീറ്റ്ലി എൻട്രൻസ് ഓറിയൻറ്റഡ് ആണ് എന്നുകൂടി കൂട്ടത്തിൽ പറയുന്നു. മോനെ, ഹൈഡ്രോ കാർബൺസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് ഇതിൽ കാണുക. ബെൻസീനും HNO3 കോൺസെൻട്രേറ്റ് H2SO4. HNO3 കോൺസെൻട്രേറ്റ് H2SO4 ഒരുമിച്ച് വന്നാൽ ദാറ്റ് ഈസ് ഫ്യൂമിംഗ് HNO3 എന്നാണ് പേര്. ഫ്യൂമിംഗ് HNO3 വന്നു കഴിഞ്ഞാൽ ബെൻസീൻ റിങ്ങിൽ ഒരു NO2 കയറി വരും. ദ റിയാക്ഷൻ ഈസ് കോൾഡ് നൈട്രേഷൻ. ഓക്കെ അല്ലേ? വാട്ട് ഈസ് ദി റിയാക്ടിംഗ് സ്പീഷീസ് ഇൻ ദി എബോവ് റിയാക്ഷൻ? ഇതിൽ റിയാക്ടിംഗ് സ്പീഷീസ് ഏതാണ്, അഥവാ ബെൻസീനിലേക്ക് അറ്റാക്ക് ചെയ്യുന്ന ഇലക്ട്രോഫൈൽ ആരാണ് എന്നാണ് ചോദ്യം. NO2 അല്ലേ കയറി വന്നത്. സോ ദി റിയാക്ടിംഗ് സ്പീഷീസ് ഈസ് NO2+. ഓക്കെ, ഇനി നാളെ പിറ്റേന്ന് ഇവിടെ സൾഫോണേഷൻ ആണെങ്കിൽ അവിടെ റിയാക്ടിംഗ് സ്പീഷീസ് എന്ന് പറയുന്നത് SO3 ആണ്. ഹാലോജിനേഷൻ ആണെങ്കിൽ ഹാലജൻ പ്ലസ് ആണ്, X+. ക്ലോറിൻ ആണെങ്കിൽ Cl+, ബ്രോമിൻ ആണെങ്കിൽ Br+. ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ആണെങ്കിൽ CH3+ ആണ്. അസൈലേഷൻ ആണെങ്കിൽ CH3CO+ ആണ്. ഏതാ വരിക എന്നറിയില്ല. ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ആൻസർ NO2+. ഹൗ ഈസ് ദി സ്പീഷീസ് ഈസ് ഫോംഡ് ഇൻ ദി സിസ്റ്റം? ഈ NO2+ എങ്ങനെയാണ് ഉണ്ടായത്? അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിക്കോട്ടോ. ഈ HNO3 ഉണ്ട്, ഇവിടെ H2SO4 ഉണ്ട്. HNO3 ആസിഡാണ്, H2SO4 ആസിഡാണ്. പക്ഷേ H2SO4 ഭയങ്കര ആസിഡാണ്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡ് വരുന്ന സമയത്ത് ഇയാൾ ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പോൾ ഈ ആസിഡിൽ നിന്ന് ഒരു H+ഉം ബേസിൽ നിന്ന് ഒരു OH- അങ്ങോട്ട് പോകും. എടാ, ഇത് ബേസ് ആണല്ലോ. അപ്പോൾ ഇയാൾ നോർമലി ആസിഡാണ്, പക്ഷേ H2SO4ൻ്റെ പ്രസൻസിൽ ഇയാൾ ബേസാണ്. അങ്ങനെ മനസ്സിലാക്കണേ. ഇവിടെ നിന്ന് OH പോകും. അപ്പോൾ ഒരു വാട്ടർ മോളിക്യൂൾ അവിടെ നിന്ന് പോയി. ബാക്കി ഇവിടെ ആരാ ഉണ്ടാവുക ആലോചിച്ച് നോക്കിയേ. ഒരു OH പോയി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു ഓയും ഇവിടുന്ന് ഒരു Hഉം പോട്ടെ. ബാക്കി എന്താ ഉള്ളത്? ഒരു NO2 ഉണ്ടാകും. OH- ആയിട്ടാണ് പോണേ, അതുകൊണ്ട് ഇവിടെ ഒരു പ്ലസ് ബാക്കിയാകും. ഇങ്ങനെയാണ് ഇവിടെ NO2+ എന്ന് പറയുന്ന റിയാക്ടിംഗ് സ്പീഷീസ് ഫോം ചെയ്തത്. ഹൗ വിൽ യു പ്രിപ്പയർ ഈഥൈൻ ബൈ കോൾബ്സ് ഇലക്ട്രോളിസിസ് മെത്തേഡ്? കോൾബിൻ്റെ ഇലക്ട്രോളിറ്റിക് മെത്തേഡ് പ്രകാരം ഈഥൈൻ ഉണ്ടാവണമെങ്കിൽ, എടാ, കോൾബിൻ്റെ ഇലക്ട്രോളിസിസിൽ എങ്ങനെയാണ് പരിപാടി? 2 മോളിക്യൂൾ RCOONA ഇലക്ട്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ RR ആയി മാറും. ഇതാണ് കോൾബ്സ് ഇലക്ട്രോളിസിസിൻ്റെ ജനറൽ ഫോർമുല. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന R എന്ന് പറയുന്ന ആളാണ് ഈ CH3. അപ്പോൾ അതിൽ ഒരു ആരാ? ഒരു R എന്ന് പറയുന്നത് ഒരു CH3 ആണ്. അപ്പോൾ അതിൻ്റെ റിയാക്ടിംഗ് സ്പീഷീസ് ആരായിരിക്കും? ഇവിടെ RCOONA എന്നല്ലേ. അപ്പോൾ എങ്ങനെയുണ്ടാകുക? CH3COONA. കളി മനസ്സിലായില്ലേ? 2 മോളിക്യൂൾ വേണം. ആരോ മാർക്കിന് മുകളിൽ ഇലക്ട്രോളിസിസ് എന്ന് എഴുതണം. അപ്പോൾ 2 മോളിക്യൂൾ CH3COONA ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ COONA മൊത്തത്തിൽ ഇവിടെ നിന്നാണ് പോകും. ബാക്കി 2 CH3 ബാക്കിയാകും. അങ്ങനെ CH3 എന്ന പ്രൊഡക്റ്റ് കിട്ടും. എക്സ്പ്ലെയിൻ മാർക്കോണിക്കോഫ് റൂൾ ഫോർ ദി അഡീഷൻ ഓഫ് റിയാക്ഷൻ യൂസിങ് സ്യൂട്ടബിൾ എക്സാമ്പിൾ. എടാ, CH3CH ഡബിൾ ബോണ്ട് CH2 ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് HCl പോലെയുള്ള HX ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട റൂളിൻ്റെ പേരാണ് മാർക്കോണിക്കോഫ് റൂൾ. എന്താണ് മാർക്കോണിക്കോഫ് റൂൾ? നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് വിൽ ഗോ ഇൻ ടു കാർബൺ ആറ്റം ഹാവിങ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ഹൈഡ്രജൻ എണ്ണം കുറവുള്ള ഈ CHലേക്കാണ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് പോവുക. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആകും. ഇവിടേക്ക് ക്ലോറിൻ വരും, ഇവിടേക്ക് ഹൈഡ്രജൻ വരും. അപ്പോൾ ഓൾറെഡി 2 ഹൈഡ്രജൻ ഉണ്ട്, ഒന്നുകൂടെ വന്നാൽ CH3. സ്യൂട്ടബിൾ എക്സാമ്പിൾ നിങ്ങൾ എഴുതി കൊടുക്കണം. ഞാനിപ്പോൾ അത് കാണിച്ചു തന്നിട്ടുണ്ട്. റെപ്രസെൻറ്റ് സോഹോഴ്സ് ആൻഡ് ന്യൂമാൻസ് പ്രൊജക്ഷൻ ഫോർമുല ഓഫ് സ്റ്റാഗേർഡ് ആൻഡ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻസ് ഓഫ് ഈഥൈൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എല്ലായ്പ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഈഥൈൻ എന്ന് പറഞ്ഞാൽ CH3 അല്ലേടാ. അതിൻ്റെ സോഹോഴ്സ് പ്രൊജക്ഷൻ ഫോർമുല എങ്ങനെയാണ്? ന്യൂമാൻസ് പ്രൊജക്ഷൻ ഫോർമുല എങ്ങനെയാണ്? ന്യൂമാൻ. എടാ, ഇത് അറിയാവുന്നവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്തോളൂ, അറിയാത്തവർ ശ്രദ്ധിച്ച് കണ്ടോളൂ. ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുല ആണെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു വട്ടം വരയ്ക്കുക, അതിനിടയിൽ ഒരു ഡോട്ട് ഇടുക. ഇതാണ് അതിൻ്റെ സ്റ്റാർട്ട്. ഇത് രണ്ടും ഓരോ കാർബണാണ്. ഇതാ ഇവിടെ H ഈ വട്ടത്തിൽ നിന്നും H ഇങ്ങനെ അടുത്തടുത്തടുത്ത് വരയ്ക്കുക. അടുത്തടുത്തടുത്ത് വരയ്ക്കുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. ഇനി ഈ ഡോട്ടിലുള്ള 3 ഇല്ലേടാ, ഡോട്ടിലുള്ള 3 അങ്ങനെ തന്നെ നിലനിർത്തുക. H. ഈ സർക്കിളിലുള്ള കാർബണിലെ 3 ഇതിൻ്റെ മാക്സിമം അകലെ കൊണ്ടുപോയി എഴുതുക. ഇതാ ഇങ്ങനെ ഈ 2Hൻ്റെ മാക്സിമം അകലെ കൊണ്ടുപോയി എഴുതിയാൽ ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാഗേർഡ്. അതിൻ്റെ പേരാണ് സ്റ്റാഗേർഡ്.
അപ്പോൾ ഈ എക്ലിപ്സ്ഡിനെ 60 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ടോട്ടൽ ആംഗിൾ 120 ആണല്ലോ അല്ലേ, 120 ആംഗിളിൽ പകുതി കറക്കിയാലാണ്, 60 ഡിഗ്രി കറക്കിയാലാണ് ഈ മാക്സിമം അകലേക്ക് വരിക, 60 ഡിഗ്രി കറക്കിയാലാണ് സ്റ്റാഗേർഡിലേക്ക് എത്തുക. ഇങ്ങനെ വരയ്ക്കുന്ന സ്ട്രക്ചറാണ് ന്യൂമാൻ. സോഹോൾസ് വരയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇതിനൊക്കെ അടിസ്ഥാനം അറിയാവുന്നവർ സ്കിപ്പ് ചെയ്തോളൂ. ഒന്നും അറിയാത്തവർ ഇങ്ങനെ തന്നെ വരച്ച് പഠിക്കുക. ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. ഒരു വര ഇങ്ങനെ ചരിച്ച് വരയ്ക്കുക. എന്നിട്ട് 2 Y, നിങ്ങൾക്ക് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ലൊട്ടിലൊടുക്ക് പരിപാടി കേട്ടോ പറഞ്ഞു തരണേ. 2 Y, ഒരു Y ഇതാ ഇങ്ങനെ, അടുത്ത Y ഇതാ ഇങ്ങനെ, ഒരേപോലെ ഇങ്ങോട്ട് എഴുതിയിട്ട് അവിടെ H ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ ദാറ്റ് ഈസ് എക്ലിപ്സ്ഡ്. ഇങ്ങനെ വരച്ചാൽ എക്ലിപ്സ്ഡ്. എന്നിട്ട് 60 ഡിഗ്രി കറക്കിയാൽ എങ്ങനെ കിട്ടും? എങ്ങനെ കിട്ടും എന്നൊന്നും ആലോചിക്കാനുള്ള സമയം നമുക്കില്ല. വരയ്ക്കാനുള്ള എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. ഒരു വര ഇങ്ങനെ ഇടുക, ഒരു Y ഇങ്ങനെ വരയ്ക്കുക, അടുത്ത Y തിരിച്ചെഴുതുക. തിരിച്ചെഴുതുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇതാ ഇങ്ങനെ തലകുത്തൻ എഴുതുക. ഒരു Y ഇതാ തലകുത്തൻ ഇങ്ങനെ എഴുതുക. എന്നിട്ട് അവിടേക്ക് H ഇട്ട് കൊടുക്കുക. H H H H H H. ഇതാരാ? ഇത് സ്റ്റാഗേർഡ്. അപ്പോൾ ന്യൂമാൻ ചോദിച്ചാലും സോഹോൾസ് ചോദിച്ചാലും വരയ്ക്കാനുള്ള സ്ട്രക്ചർ ഇത്രയേ ഉള്ളൂ. വരച്ചു പഠിച്ചാൽ നാളെ എന്തായാലും അതിനൊരു മാർക്ക് എന്തായാലും നിനക്ക് കിട്ടും. ഇതിൽ സ്റ്റാഗേർഡും എക്ലിപ്സ്ഡ് ഉള്ളിൽ ആരാണ് നല്ല സ്റ്റേബിൾ? മോനെ, എപ്പോഴും സ്റ്റാഗേർഡാണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ദാൻ എക്ലിപ്സ്ഡ്. എക്ലിപ്സിനേക്കാൾ സ്റ്റാഗേർഡാണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ. കാരണം എന്താ? സ്റ്റാഗേർഡ് ആകുമ്പോൾ കുറേ അകലെ പോയല്ലേ നിൽക്കുക. അകലെ പോയി നിൽക്കുമ്പോൾ അവർക്ക് തിക്കും തിരക്കും ഫീൽ ചെയ്യില്ല. ഇവിടെ എക്ലിപ്സ്ഡ് ആകുമ്പോൾ ഒന്നിൻ്റെ പുറകിൽ ഒന്നിങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര തിക്കും തിരക്കും ഉണ്ടാകും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോർഷണൽ സ്ട്രെയിൻ. അപ്പോൾ ടോർഷണൽ സ്ട്രെയിൻ കൂടുതലാണെങ്കിൽ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. ഇവിടെ എന്തുകൊണ്ട് സ്റ്റെബിലിറ്റി കുറവാണ്? ടോർഷണൽ സ്ട്രെയിൻ കൂടുതലാണ്. ഇവിടെ എന്തുകൊണ്ട് സ്റ്റെബിലിറ്റി കൂടുതലാണ്? ടോർഷണൽ സ്ട്രെയിൻ കുറവാണ്. സ്റ്റെബിലിറ്റി കൂടുതലായത് ടോർഷണൽ സ്ട്രെയിൻ കുറവായതുകൊണ്ട്. എടാ ഈ ആംഗിൾ ഇല്ലടാ, ഈ ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഡൈഹീഡ്രൽ ആംഗിൾ. അതുകൂടി അവിടെ നിന്ന് മനസ്സിലാക്കി വെച്ചോട്ടോ. എന്താ ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല. കൺസിഡർ ദി റിയാക്ഷൻ ഗിവൺ ബിലോ. ദാ CH3 CH2 CH2 പ്ലസ് HBr. അപ്പോൾ ഇങ്ങനെ പ്രൊഡക്റ്റ് കിട്ടുന്നു. എടാ ഐഡൻറ്റിഫൈ ദി മേജർ പ്രൊഡക്റ്റ്. HBr ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് വിൽ ഗോ ഇൻ ടു കാർബൺ ആറ്റം ഹാവിംഗ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം, മാർക്കോണിക്കോഫ് റൂൾ. സോ ഇവിടെ ബ്രോമിൻ വരുന്ന ഇയാളാണ് ഇയാളാണ് മൈ. ഇത് മേജർ, അത് മൈനർ. മനസ്സിലായില്ലേ? നെയിം ദ റൂൾ. ഏതാ? മാർക്കോണിക്കോഫ് റൂൾ. കംപ്ലീറ്റ് ദി ഫോളോയിങ് റിയാക്ഷൻ. ഇമ്പോർട്ടൻ്റ് ആയ കുറേ റിയാക്ഷൻസ് ആണ്. സോഡിയം ഡ്രൈതറും കണ്ടാൽ ഒന്നും നോക്കാനില്ല, വുഡ്സ് റിയാക്ഷൻ. അപ്പോൾ ഇത് 2 മോളിക്യൂൾ യൂസ് ചെയ്യും എന്ന് ഓർക്കുക. ഇവിടെ 2 തന്നില്ലെങ്കിൽ പോലും നീ മനസ്സിൽ വിചാരിക്കണം. വുഡ്സ് റിയാക്ഷനിൽ 2 ബ്രോമിൻ ഇവിടെ നിന്നാണ് പോകും. ബാക്കി എന്താ ഉള്ളത്? 2 CH3 അല്ലേ, അവർ ഒരുമിച്ച് നിൽക്കും. CH3. ഇതാണ് പ്രൊഡക്റ്റ്. കാൽസ്യം കാർബൈഡിലേക്ക് വെള്ളമൊഴിക്കുന്നത് ലോകപ്രസിദ്ധമായ റിയാക്ഷനാണ്. കാൽസ്യം കാർബൈഡിലേക്ക് വെള്ളമൊഴിച്ചാൽ കിട്ടുന്ന ആളെ ഒരിക്കലും മറക്കാൻ പാടില്ല. CH ട്രിപ്പിൾ ബോണ്ട് CH അഥവാ അസെറ്റിലീൻ ആണ് കിട്ടുക. ഇത് 3 മോളിക്യൂൾ അസെറ്റിലീൻ ഇത് അവിടെ കിട്ടിയ ആളാണ് ഇവിടെ എഴുതിയേക്കണേ. റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ പാസ് ചെയ്തു. ചുട്ടുപഴുപ്പിച്ച ഇരുമ്പിൻ്റെ കുഴലിലൂടെ പാസ് ചെയ്താൽ ബെൻസീൻ ഉണ്ടാകുമെന്ന റിയാക്ഷനും ഒരിക്കലും നിങ്ങൾ മറക്കാൻ പാടില്ലാത്ത റിയാക്ഷനാണ്. എടാ ബെൻസീൻ റിങ്ങിലേക്ക് എന്തോ ഒരു സാധനം ആഡ് ചെയ്തു. ആരോ മാർക്കിനുള്ളിൽ AlCl3, അവിടെ ബെൻസീൻ റിങ്ങിൽ CH3 കയറി. ആരാണെന്ന് മനസ്സിലാക്കുക. ആരായിരിക്കും? ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ഫ്രിഡൽ. വിച്ച് നെയിം റിയാക്ഷൻ ഈസ് ദിസ്? ഈ റിയാക്ഷൻ്റെ പേരെന്താടാ? ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷൻ. അപ്പോൾ ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷനിലെ റിയേജൻ്റ് ആരാണെന്നാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചത്. CH3Cl. മറക്കാൻ പാടില്ലാത്ത ആളാണല്ലോ. ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ആണെന്ന് മനസ്സിലായത്. CH3Cl-ഉം അൻഹൈഡ്രസ് AlCl3-യും. ഇവിടെ ബെൻസീൻ ഉണ്ടെങ്കിൽ CH3 കയറി വന്നപ്പോൾ മനസ്സിലായി ഇത് ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷനാണ്. റൈറ്റ് ദി റിയാക്ഷൻ മെക്കാനിസം ഓഫ് ദിസ് റിയാക്ഷൻ. എടാ ഇതിൻ്റെ റിയാക്ഷൻ മെക്കാനിസം എങ്ങനെയാണ് വരയ്ക്കുക? എടാ ബെൻസീൻ റിങ്ങിലേക്ക് നിങ്ങൾ ബെൻസീൻ റിങ് വരയ്ക്കുമ്പോൾ ഈ ഡബിൾ ബോണ്ടുകളൊക്കെ ഇങ്ങനെ കാണിക്കുക. CH3+ വരും. എങ്ങനെയാണ് CH3+ ഉണ്ടായത്? ഇതാ ഇവിടുത്തെ CH3Cl-ഉം അൻഹൈഡ്രസ് AlCl3-യും റിയാക്ട് ചെയ്തിട്ട് അവിടെ CH3+ ഉണ്ടായി. ആ CH3+ ഇവിടേക്ക് അറ്റാക്ക് ചെയ്യാൻ വരും. അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് വന്ന് നിൽക്കാൻ ഈ ഡബിൾ ബോണ്ട് ഇവിടെ പൊട്ടും. ഈ ഡബിൾ ബോണ്ടും കഥയൊന്നും അറിയണില്ല. ഈ ഡബിൾ ബോണ്ട് പൊട്ടിയിട്ട് ഇവിടെ CH3 വരും. ഓൾറെഡി ബെൻസീൻ റിങ്ങിൻ്റെ കൂടെ ഒരു ഹൈഡ്രജൻ ഉണ്ടാവുമല്ലോ, എല്ലാ കാർബണിലും ഹൈഡ്രജൻ ഉണ്ടാവുമല്ലോ. ആ ഹൈഡ്രജൻ അവിടെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഈ കാർബണിൻ്റെ വാലൻസ് ഇപ്പോൾ ഒന്ന് കുറഞ്ഞില്ലേ മോനെ? സോ അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. ഇതാണ് അതിൻ്റെ ഇൻ്റർമീഡിയറ്റ്. അപ്പോൾ ആ പോസിറ്റീവ് ചാർജുള്ള കാർബണിൻ്റെ മോങ്ങൽ സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഈ കാർബൺ എന്ത് ചെയ്യുമെന്നറിയോ? ഈ ഹൈഡ്രജനിലേക്ക് ഉണ്ടാക്കിയിരുന്ന ബോണ്ടിനെ ഇങ്ങോട്ട് പിൻവലിച്ചു കൊടുക്കും. സോ ഈ ഡബിൾ ബോണ്ടും പൊട്ടന്മാരാണ്. ഇതുവരെ ഒന്നും അറിഞ്ഞിട്ട് തന്നെയില്ല. ഇവിടെ ഡബിൾ ബോണ്ട് റീക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ CH3 എന്ന ഗ്രൂപ്പ് വന്നു. ആരിറങ്ങിപ്പോയി? H+ പിണങ്ങി ഇറങ്ങിപ്പോയി. അപ്പോൾ ഒരു ഇലക്ട്രോഫൈൽ വന്നു.
പോസിറ്റീവ് ചാർജുള്ള ഒരാൾ വന്നു, പോസിറ്റീവ് ചാർജുള്ള വേറൊരാൾ പോയി, ഒരു ഇലക്ട്രോഫൈൽ വന്നു, വേറൊരു ഇലക്ട്രോഫൈൽ പോയി. ദാറ്റ്സ് വൈ ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതാണ് അതിൻ്റെ മെക്കാനിസം. നെക്സ്റ്റ് നോക്കിക്കടാ, കംപ്ലീറ്റ് റിയാക്ഷൻ. ഇതിപ്പോൾ ഞാൻ നേരത്തെ കണ്ട റിയാക്ഷനാണ്. 2 ബ്രോമിൻ പോയി CH3 CH3 ആകും. ഡാഷിലേക്ക് സിങ്ക് ഇട്ടാൽ ബെൻസിൻ കിട്ടും. മറക്കാൻ പാടില്ലാത്ത റിയാക്ഷനാണ്. 5 വട്ടം പറയാൻ ഞാൻ വൺ ഷോട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള സാധനമാണ്. ഫീനോളിലേക്ക് സിങ്ക് ഇട്ടാൽ ബെൻസിൻ കിട്ടും. 5 വട്ടം പറഞ്ഞിട്ടില്ലാത്തൊരു ഇപ്പോൾ പറഞ്ഞു, ഫീനോളിലേക്ക് സിങ്ക് ഇട്ടാൽ ബെൻസിൻ കിട്ടും. ഇന്ന് നിന്നോട് എന്തിലേക്ക് സിങ്ക് ഇട്ടാൽ ബെൻസിൻ കിട്ടും എന്ന് ചോദിച്ചു. നാളെ നിന്നോട് ഫീനോളിലേക്ക് സിങ്ക് ഇട്ടാൽ എന്ത് കിട്ടും എന്ന് ചോദിക്കാം. മറ്റന്നാൾ നിന്നോട് ഫീനോളിലേക്ക് എന്തിട്ടാലാ ബെൻസിൻ കിട്ടുക എന്ന് ചോദിക്കാം. എന്തും ചോദിക്കാം, എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ അല്ലേടാ. ബെൻസിൻ ഉണ്ടെങ്കിൽ 3 ക്ലോറിൻ. എടാ UV എന്ന് പറഞ്ഞാൽ എന്താടാ? UV എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് ആണ്. 500 കെൽവിൻ ഹീറ്റും ഉണ്ട്. എന്ത് സംഭവിക്കുമെന്ന് അറിയോ? ബെൻസിൻ ഉണ്ടെങ്കിൽ എല്ലാ ഡബിൾ ബോണ്ടും അങ്ങോട്ട് പൊട്ടിയിട്ട് അവിടെ എല്ലാം ക്ലോറിൻ കയറിയിരിക്കും. എടാ ഇങ്ങനെ വളരെ ഭംഗിയുള്ള ഒരു കോമ്പൗണ്ട് കിട്ടും. ദിസ് ഈസ് കോൾഡ് ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്. ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ് എന്നാണ് ഇവൻ്റെ പേര്. ജെമെക്സീൻ, ലിൻഡെയിൻ എന്നൊക്കെ അതിന് കോമൺ നെയിം ഉണ്ട്, വിട്ടേക്ക്. ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ് എന്നാണ് ഇവൻ്റെ പേര്. അടുത്ത റിയാക്ഷൻ നോക്കിയടാ, ഹെക്സൈൻ, നോർമൽ ഹെക്സൈൻ. നോർമൽ ഹെക്സൈനിലേക്ക് അൻഹൈഡ്രസ് Al(Cl3HCl). ആ റിയാക്റ്റൻ്റ് കണ്ടാൽ അറിയാം, റിയേജൻ്റ് കണ്ടാൽ അറിയാം. ദ റിയാക്ഷൻ ഈസ് കോൾഡ് ഐസോമറൈസേഷൻ. ഐസോമറൈസേഷൻ റിയാക്ഷൻ്റെ റിയേജൻ്റ് ആണത്. അപ്പോൾ 6 ആൾക്കാർ നേരെ നിന്നിരുന്നത് 5 ആൾക്കാർ നേരെയും ഒരാൾ ബ്രാഞ്ചുമായി മാറി. അങ്ങനെ അൺബ്രാഞ്ചഡ് കോമ്പൗണ്ടുകളെ ബ്രാഞ്ചഡ് കോമ്പൗണ്ടാക്കി മാറ്റുന്ന റിയാക്ഷനാണ് ഐസോമറൈസേഷൻ. ഇതാരാ? ഹെക്സൈൻ തന്നെ. 6 കാർബണുള്ള ഹെക്സൈൻ ബെൻസീനായി മാറി. ഇയാളെ കണ്ടാൽ മനസ്സിലാവണം ഇതേതാ റിയാക്ഷൻ. 1 ADM പെൻഡോക്സൈഡ് 773 കെൽവിൻ 10 to 10 20 ATM പ്രഷർ. ഏതാണ് റിയാക്ഷൻ? അരോമറ്റൈസേഷൻ. ആൽക്കേനിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു റിയാക്ഷനാണ് അരോമറ്റൈസേഷൻ. 6 അതിലധികമോ കാർബണുള്ള ആൾക്കാർ ബെൻസീൻ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സായി മാറുന്ന റിയാക്ഷനാണ് അരോമറ്റൈസേഷൻ. മോനെ 6 കാർബണുള്ള ഒരു ഹെക്സൈൻ ഉണ്ടായിരുന്നേ. 773 കെൽവിൻ ചറപറ അങ്ങോട്ട് ചൂടാക്കി, വെറുതെ ചൂടാക്കിയപ്പോൾ അത് 4 കാർബണും 2 കാർബണുള്ള ഫ്രാഗ്മെൻ്റ് ആയിട്ട് മാറി. അങ്ങനെ വലിയൊരാൾ ചെറിയ ആൾക്കാരായി മാറുന്ന പരിപാടിയെയാണ് പൈറോളിസിസ് ഓർ ക്രാക്കിംഗ് എന്ന് പേര് വിളിക്കുക. ഇതിൻ്റെ പേരാണ് ചോദിച്ചത്, മാർക്ക് കിട്ടും. നാഫ്തലീൻ എന്ന് പറയുന്നത് ഒരു അരോമാറ്റിക് കോമ്പൗണ്ടാണ്. അതിൻ്റെ അരോമാറ്റിസിറ്റി ഹക്കൽസ് റൂൾ പ്രകാരം കണ്ടെത്തുക. അപ്പോൾ നാഫ്തലീൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ബെൻസീൻ്റെ 2 വരലാണ് നാഫ്തലീൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഡബിൾ ബോണ്ടൊക്കെ കാണിക്കാൻ ഞാനിതിനെ ഇങ്ങനെ വരക്കുകയാണ്. നാഫ്തലീൻ്റെ സ്ട്രക്ചർ മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെ നോക്കണേ. 2 റിങ് ഫ്യൂസ് ചെയ്യുന്നിടത്ത് ഡബിൾ ബോണ്ട് ഉണ്ട് എന്ന് ഓർക്കുക. എന്നിട്ട് ഓൾട്ടർനേറ്റ് സിംഗിൾ ഡബിൾ ഇങ്ങനെ കൊടുക്കുക. ഇതാണ് നാഫ്തലീൻ. ഹക്കൽസ് റൂൾ പ്രകാരം ഒരാൾ അരോമാറ്റിക് ആവണമെങ്കിൽ 4 കണ്ടീഷനുണ്ട്. ഒന്ന്, അതിൽ റിംഗ് സ്ട്രക്ചർ ഉണ്ടാവണം. 2, അയാൾ പ്ലനാർ ആയിരിക്കണം. 3, അതിൽ കോൺജുഗേഷൻ ഉണ്ടായിരിക്കണം. 4, 4n+2 = π ഇലക്ട്രോൺസ് എന്ന് എഴുതാൻ പറ്റണം. ഞാൻ പറഞ്ഞുതരാം. ഇയാൾ റിംഗ് ആണോ? കണ്ടാൽ അറിയാം ഇയാൾ റിംഗ് ആണ്. ഇയാൾ പ്ലനാർ ആണോ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് തരുന്ന എല്ലാവരും പ്ലനാർ ആയിരിക്കും. സോ പ്ലനാറാണ്. ഇയാളിൽ കോൺജുഗേഷൻ ഉണ്ടോ? കോൺജുഗേഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഡബിൾ ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. സിംഗിൾ ഡബിൾ ഉണ്ടല്ലോ. ഓൾട്ടർനേറ്റ് പൊസിഷനിൽ സിംഗിൾ ഡബിൾ വരലാണ് കോൺജുഗേഷൻ. 4n+2 = π ഇലക്ട്രോൺസ് എന്ന് ഇക്വേറ്റ് ചെയ്യുക. പൈ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടിലെ ഒരു ബോണ്ട് പൈ ബോണ്ട് ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടടാ? 2 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു പൈ ബോണ്ട്, ഇവിടെ ഒരു പൈ ബോണ്ട്, ഇവിടെ ഒരു പൈ ബോണ്ട്, ഇവിടെ ഒന്ന്. ടോട്ടൽ 5 പൈ ബോണ്ട് ഉണ്ട്. ടോട്ടൽ 10 ഇലക്ട്രോൺ ഉണ്ടാവും. ഇവിടുന്ന് എന്നിൻ്റെ വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. സോ 4n = 10 - 2 8. n = 2 എന്ന് വരും. എന്നിൻ്റെ വാല്യൂ 0 1 2 3 ഇങ്ങനെ വരികയാണെങ്കിൽ കണ്ടീഷൻ ഓക്കെയാണ്. എന്നിൻ്റെ വാല്യൂ 1.5 1.5 എന്നിങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ഓക്കെ അല്ല. സോ ഇവിടെ n = 2 എന്നാണ് വന്നത്. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. 4 കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആകുമ്പോഴാണ് ഹക്കൽസ് റൂൾ പ്രകാരം ഒരാൾ അരോമാറ്റിക് ആകുന്നത്. നാളത്തെ പരീക്ഷയ്ക്ക് ഹക്കൽസ് റൂൾ ഉണ്ടാകുമെന്ന് 100% ഉറപ്പാണ്. അറിയാത്തവർ ചാനലിൽ തന്നെ ഹക്കൽസ് റൂൾ എന്ന് സെർച്ച് ചെയ്തിട്ട് ആ വീഡിയോ കണ്ടേ പറ്റൂ. റിപ്പൾസീവ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ബോൺസിൻ്റെ കൺഫർമേഷൻ ഈസ് കോൾഡ്. നേരത്തെ ഞാൻ പറഞ്ഞു ഏതാ? സ്റ്റാഗേർഡ് എക്ലിപ്സുകൾക്കിടയിൽ ഉണ്ടാകുന്ന തിക്കിനെയും തിരക്കിനെയും വിളിക്കുന്ന പേരെന്താണ്? ടോർഷണൽ സ്ട്രെയിൻ. എന്താണ് പേര്? ടോർഷണൽ സ്ട്രെയിൻ. ഞാൻ നേരത്തെ എഴുതി തന്ന സാധനമാണ്. An alkene on ozonolysis followed by reduction of ozonide formed with zinc and water give a mixture of ethanol and methanol. Identify the alkene, illustrate the above mentioned reaction using chemical equation. മൊത്തത്തിൽ ഞാൻ ഇവിടെ എഴുതി തരാം.
എടാ ഓസോണോളിസിന് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. CH3C ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3 ഓസോണോളിസിസ് നടന്നു എന്ന് വിചാരിക്കുക. O3 സിങ്ക് ബാർ H2O. എടാ 17 കൊല്ലം 17 ക്വസ്റ്റ്യൻ പേപ്പറിൽ റെഗുലറായി ചോദിച്ച സാധനമാണ് ആൽക്കീനിൻ്റെ ഓസോണോളിസിസ്. ഓസോണോളിസിസ് ഓഫ് ആൽക്കീൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് സാധനമാണ് ഓസോണോളിസിസ് ഓഫ് ആൽക്കീൻ. എങ്ങനെയാണ് ഓസോണോളിസിസിൻ്റെ പ്രൊഡക്റ്റ് എഴുതുക? ഈ ഡബിൾ ബോണ്ട് ഇങ്ങനെയാണ് പൊട്ടും. ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് ആൽഡിഹൈഡും ഹൈഡ്രജൻ ഇല്ലെങ്കിൽ അത് കീറ്റോണും ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ആരാ? ഈ ഒരു ഫ്രാഗ്മെൻറ്റ് എന്തായാൽ മാറാൻ നോക്കിയേ, CH3. ഇതിൽ ഹൈഡ്രജൻ ഇല്ല, അപ്പോൾ അവിടെ CO എന്നാകും. മുകളിലേക്ക് ഉണ്ടായിരുന്ന CH3 ഇപ്പോൾ ആരും പേടിക്കാനൊന്നുമില്ലല്ലോ, ഈ ഡബിൾ ബോണ്ട് പൊട്ടിയപ്പോൾ അയാൾ ഇൻഡിപെൻഡൻ്റ് ആയല്ലോ. CH3CO CH3. രണ്ടാമത്തെ ഫ്രാഗ്മെൻറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് പറ, CH3CH. എടാ മോനെ, അവിടെ ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെ കൂടെ ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ അത് ആൽഡിഹൈഡായി മാറും. ഇനി നമ്മുടെ കഥയിലേക്ക് തിരിച്ചു വന്നേ. ഇവിടെ ഓസോണോളിസിസ്, ഒരു ആൽക്കീൻ ഓസോണോളിസിസ് നടന്നിട്ട് മെത്തനാലും എത്തനാലും കിട്ടി എന്നാണ് പറയുന്നത്, പ്രൊഡക്റ്റാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് റിയാക്റ്റൻ്റ് കണ്ടെത്തുക? നമുക്ക് റിയാക്റ്റൻ്റ് സിമ്പിളായിട്ട് കണ്ടെത്താം. ഒരാൾ മെത്തനാൽ എന്ന് പറഞ്ഞാൽ, മെത്തനാൽ എന്ന് പറഞ്ഞാൽ ആരാ? HCHO. അടുത്ത ആൾ എത്തനാൽ. എത്തനാൽ എന്ന് പറഞ്ഞാൽ ആരാ? CH3CHO. ഞാനത് തിരിച്ചെഴുതി, ഇങ്ങോട്ട് എഴുതി, നിങ്ങൾക്ക് മനസ്സിലാവാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഓയും ഈ ഓയും റിയാക്ഷൻ നടന്നപ്പോൾ വന്ന ആൾക്കാരാണ്. റിയാക്ഷൻ നടക്കുന്നതിന് മുമ്പ് അവിടെ ഓയില്ല, ഇവിടെ ഓയില്ല, അവർക്കിടയിൽ ഡബിൾ ബോണ്ട് മാത്രമായിരുന്നു. അപ്പോൾ ഈ ഓ ഇല്ലാതെ ഇപ്പുറത്തെ പാർട്ട് എഴുതി നോക്ക്, HCH എന്നതിന് CH2 എന്ന് എഴുതാലോ, HCH. അപ്പുറത്ത് ആരാണുള്ളത്? CH3. അപ്പോൾ ഇവിടെയും ഓക്സിജൻ ഇല്ലായിരുന്നു, ഇവിടെയും ഓക്സിജൻ ഇല്ലായിരുന്നു. ആ ഓക്സിജൻ ഇപ്പോൾ വന്നതാ, അങ്ങനെയാണല്ലോ, ഈ റിയാക്ഷൻ കഴിയുമ്പോൾ ഓരോ ഓക്സിജൻ ആണല്ലോ വരണേ. ഇവർക്കിടയിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നു, അത് പൊട്ടിയിട്ടാണ് ഈ പ്രൊഡക്റ്റ് ഉണ്ടായത്. അപ്പോൾ ആൽക്കീനിനെ കണ്ടെത്തി, ആ ആൽക്കീൻ റിയാക്ഷൻ നടന്നാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എഴുതി. അങ്ങനെയാണ് റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ബെയേഴ്സ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ബെയേഴ്സ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ ഡൈല്യൂട്ട് കോൾഡ് ആൽക്കലൈൻ KMnO4 ആണ്. KMnO4 ആണ് ബെയേഴ്സ് റിയേജൻറ്റ്. കണ്ടീഷൻ ഡൈല്യൂട്ടഡ് ആയിരിക്കണം, കോൾഡ് ആയിരിക്കണം, ആൽക്കലൈൻ ആയിരിക്കണം. ആ ബെയേഴ്സ് റിയേജൻറ്റ് ഒരു ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടിലേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ട് ആവും. എന്നിട്ട് ഓരോ കാർബണിലും ഓരോ OH എക്സ്ട്രാ വരും. ദാറ്റ്സ് ഓൾ. അപ്പോൾ ബെയേഴ്സ് റിയേജൻറ്റ് എത്തിലീനിലേക്ക്, എന്താണ് കേട്ടോ എത്തിലീൻ, യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രൊഡക്റ്റ്? CH2OH. ഈ റിയാക്ഷൻ എത്രയോ തവണ ഇപ്പോൾ വന്നു, വുഡ്സ് റിയാക്ഷൻ. ആൽക്കഹോളിക് AHൻ്റെ ഫംഗ്ഷൻ എന്താടാ? ഈ ബ്രോമിനെയും തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജനെയും HBr ആയിട്ട് റിമൂവ് ചെയ്യുക എന്നതാണ്. സോ ഇവിടുന്ന് ബ്രോമിനും പോയി, ഇവിടുന്ന് H പോയി, എന്നിട്ട് അവർക്കിടയിൽ ഒരു പുതിയ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. ഇവിടുന്ന് H പോയാൽ എന്താ അവിടെ ബാക്കി ഉണ്ടാവുക? CH2, ഡബിൾ ബോണ്ട് CH2. ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. NaOH കാൽസ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഡീകാർബോക്സിലേഷൻ ആണ് റിയാക്ഷൻ. ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ മൊത്തത്തിലുള്ള ഗ്രൂപ്പ് പോയിട്ട് അവിടെ H കൊടുക്കും. അപ്പോൾ CH3H എന്ന് പറഞ്ഞാൽ ആരാടാ? CH4 കിട്ടും. An alkene on ozonolysis gave 2 molecules of formaldehyde. ഒരു ആൽക്കീനിന് ഓസോണോളിസിസ് നടന്നപ്പോൾ 2 മോളിക്യൂൾ ഫോർമാൽഡിഹൈഡ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ ആൽക്കീൻ ആരാണ്? അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ എഴുതുക. സിമ്പിൾ, പരിപാടി കഴിഞ്ഞു. 2 മോളിക്യൂൾ ഫോർമാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കില്ലേ? CH2 ഡബിൾ ബോണ്ട് CH2. 2 മോളിക്യൂൾ ഫോർമാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ലേടാ? HCHOയും പിന്നെ ഒരു HCHOയും. അപ്പോൾ ഇവിടുത്തെ ഓക്സിജനും ഇപ്പോൾ വന്നതാണ് എന്ന്. അപ്പോൾ അത് വരുന്നതിന് മുമ്പ് അവിടെ ഒരു CH2 ഇവിടെ ഒരു CH2 മാത്രമല്ലേ ബാക്കിയുള്ളൂ, അവർക്കിടയിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടായിട്ടുണ്ടാവും. ഇതാണ് ആൽക്കീൻ, ഇതാണ് കെമിക്കൽ റിയാക്ഷൻ. O3 എന്ന് എഴുതണം, സിങ്ക് ബാർ H2O എന്ന് എഴുതണം. ഇനി അതേ റിയാക്ഷനെ തന്നെ ആദ്യം O3 വന്നിട്ട് ഓസോണൈഡ് ഫോമിലേക്ക് മാറ്റിയിട്ട് പിന്നെ സിങ്ക് ബാർ H2 ആക്കിയിട്ട് എഴുതാൻ കഴിയുന്നവർ അങ്ങനെ എഴുതിക്കോ. അതെന്താ സാറേ മനസ്സിലായിട്ടില്ലാത്തൊരു വെയിറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു റിയാക്ഷൻ വരുന്നുണ്ട്. എക്സ്പ്ലെയിൻ ദി ജോമെട്രിക്കൽ ഐസോമറിസം ടേക്കിംഗ് 2-butene. 2-buteneന്റെ ജോമെട്രിക്കൽ ഐസോമറിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഈസ് 2-butene, CH3 സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH3. ഇയാളാണ് 2-butene. 2-buteneലെ 2 കാർബൺ ഇങ്ങനെ വരയ്ക്കുക, ഡബിൾ ബോണ്ടുള്ള 2 കാർബൺ ഇങ്ങനെ വരയ്ക്കുക. കാർബണിൻ്റെ നോർമൽ വാലൻസി 4 ആണല്ലോ, അതിലിപ്പോൾ 2 എണ്ണം കഴിഞ്ഞു, ബാക്കി 2 എണ്ണം ഇങ്ങനെ വരച്ചു. ഈ കാർബണിനെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അയാളുടെ ബാക്കി 2 വാലൻസിയിൽ ഒന്ന് H ആണ്, മറ്റേത് CH3 ആണ്. സോ ആ Hഉം CH3 ഇങ്ങനെ എഴുതി. ഈ ഡബിൾ ബോണ്ടഡ് കാർബണാണ് നിങ്ങൾ ഈ കാണുന്നത്, അതിൻ്റെ 2 വാലൻസിയിലും ഒന്ന് Hഉം CH3യുമാണ്. അങ്ങനെ എഴുതി വരുമ്പോൾ ഒരുപോലെയുള്ള വാലൻസികൾ ഒരേ സൈഡിൽ വരികയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സിസ് ഐസോമർ. ഓപ്പോസിറ്റ് സൈഡിൽ വരികയാണെങ്കിൽ ദാറ്റ് ഈസ് ട്രാൻസ് ഐസോമർ. അപ്പോൾ ട്രാൻസ് എങ്ങനെ വരയ്ക്കുക? ദാ ഇവിടെ H, ഇവിടെ H, കണ്ടോ? ഒരേപോലെയുള്ള ആൾക്കാർ ഓപ്പോസിറ്റ് സൈഡിൽ വന്നു. മനസ്സിലായില്ലേ?
കംപ്ലീറ്റ് ദി ഫോളോയിങ് റിയാക്ഷൻ. ഇതിൻ്റെ പേരാണ് കൺട്രോൾഡ് ഓക്സിഡേഷൻ. ഇന്ന് നിന്നോട് ഇയാളെ വെച്ച് ചോദിക്കും, നാളെ പിറ്റേന്ന് ഈ രണ്ടെണ്ണത്തിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഞാൻ ഫുള്ളാണ് എഴുതി തരാം. കോപ്പറും 573 കെൽവിൻ, 573 523 കാണാം. മാംഗനീസ് അസറ്റേറ്റ് CH3COO ട്വൈസ്, MnCH3COO ട്വൈസ്. അങ്ങനെ CH4ഉം ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്താൽ എന്ത് പ്രൊഡക്റ്റ് കിട്ടണമെന്ന് തീരുമാനിക്കുന്നത് ആരോ മാർക്കിൻ്റെ മുകളിലുള്ള കാറ്റലിസ്റ്റാണ്. കോപ്പറും 573 കെൽവിനുമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിനക്ക് ആൽക്കഹോൾ കിട്ടും. ഒരു കാർബൺ മാത്രമുള്ള ആൽക്കഹോൾ ഏതാ? CH3OH. ഒരു കാർബണല്ലേ ഉള്ളൂ ഇവിടെ. MO2O3 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിനക്ക് ആൽഡിഹൈഡ് കിട്ടും. ഒരു കാർബൺ മാത്രമുള്ള ആൽഡിഹൈഡ് ഏതാ? HCHO. മാംഗനീസ് അസറ്റേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിനക്ക് ആസിഡ് കിട്ടും. ഒരു കാർബൺ മാത്രമുള്ള ആസിഡ് ഏതാ? ഫോമിക് ആസിഡ്. ഇന്ന് ഇത് ചോദിച്ചു, നാളെ ഇതിലേതെങ്കിലും ചോദിച്ചേക്കാം. ഈ മൂന്നെണ്ണേ ഉള്ളൂ കൺട്രോൾഡ് ഓക്സിഡേഷൻ, പഠിച്ചു വെച്ചേക്കുക. 1 ആൽക്കൈൻസ് ആർ വീക്ക്ലി അസിഡിക്. 1 ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? 1 ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട് ഒരു അറ്റത്തുള്ളവൻ എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ വയ്ക്കുക CH ട്രിപ്പിൾ ബോണ്ട് CH3 ട്രിപ്പിൾ ബോണ്ട് ഒരു അറ്റത്താണല്ലോ ഉള്ളത്. അയാൾ അസിഡിക് ആണ്. അതിന് എക്സാമ്പിൾ 2 എക്സാമ്പിൾ പറയാം. എടാ 2 എക്സാമ്പിൾ ഞാനിവിടെ എഴുതി തരാം, നല്ലോണം നോക്കിക്കോ. എടാ ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിൻ്റെ കൂടെ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ദാറ്റ് മോളിക്യൂൾ ഈസ് ആസിഡിക്. ലോകത്തെ ഏത് ആസിഡും സോഡിയം പോലെയുള്ള മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ പുറത്തേക്ക് പോകും. അപ്പോൾ റിയാക്ഷൻ നമ്പർ 1 ആണെങ്കിൽ കാണണേ, ഈ H പുറത്തേക്ക് പോകും, എന്നിട്ട് അവിടെ സോഡിയം കയറിയിരിക്കും. അപ്പോൾ CNA എന്നാകും. H പോയിട്ട് NA കയറിയിരുന്നു. ട്രിപ്പിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് CH3, അവിടെ കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങൾക്കൊക്കെ അറിയുന്ന റിയാക്ഷനാണ്. 2 റിയാക്ഷൻ ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ റിയാക്ഷൻ ശരിക്കും പഠിച്ചു വെച്ചോ. NaNH2 ആണ് രണ്ടാമത്തെ ആൾ. NaNH2. അപ്പോഴും ഇവിടുന്ന് H പോകും, എന്നിട്ട് NA കയറിയിരിക്കും. അപ്പോൾ എന്താ പ്രൊഡക്റ്റ്? CNA ട്രിപ്പിൾ ബോണ്ട് CH3. ബൈ പ്രൊഡക്റ്റ് എന്തായിരിക്കും മോനെ? ഇവിടെ നിന്ന് ഒരു H പോയി, ഇവിടെ NH2 ബാക്കിയുണ്ട്. ബൈ പ്രൊഡക്റ്റ് NH3 എന്നായിരിക്കും. ഇവിടെ ആരാ ബൈ പ്രൊഡക്റ്റ്? H മാത്രമാണ് പോയത്. സോ അവിടെ H2 ആണ് ബൈ പ്രൊഡക്റ്റ്. ബാലൻസ് ചെയ്യാൻ ഇവിടെ ഒരു ഹാഫും കൂടി ഇട്ട് കൊടുത്താൽ അടിപൊളിയാവും. കളി മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറഞ്ഞ കാര്യം ഓർക്കണേ. ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിൻ്റെ കൂടെ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ദാറ്റ് മോളിക്യൂൾ ഈസ് ആസിഡിക്. ഫ്രം ദി ഫോളോയിങ് സെലക്ട് വൺ വിച്ച് മാർക്കോണിക്കോഫ് റൂൾ ഈസ് ബെസ്റ്റ് ആപ്ലിക്കബിൾ. മാർക്കോണിക്കോഫ് റൂൾ ആപ്ലിക്കബിൾ ആകുന്നത് എവിടെയാണ്? എടാ മോനെ, മാർക്കോണിക്കോഫ് റൂൾ ആപ്ലിക്കബിൾ ആവണമെങ്കിൽ അവിടെ HClO HBrO ആഡ് ചെയ്യണം. പോസിറ്റീവ് നെഗറ്റീവ് ചാർജുള്ള ആൾക്കാർ വരണം. ബ്രോമിനോ ക്ലോറിനോ ആഡ് ചെയ്താൽ അവിടെ എന്തില്ല? മാർക്കോണിക്കോഫ് റൂൾ ഇല്ല. ഇനി ഇയാളെ നോക്കിയാൽ C2H4 എന്ന് പറഞ്ഞാൽ ആരാടാ? CH2 ഡബിൾ ബോണ്ട് CH2 ആണ്. C3H6 എന്ന് പറഞ്ഞാൽ ആരാടാ? CH3CH ഡബിൾ ബോണ്ട് CH2. 3 കാർബൺ ഉണ്ട്. ഇതിലെവിടെയാടാ മാർക്കോണിക്കോഫ് റൂൾ ഉണ്ടാവുക? ഓഫ് കോഴ്സ് 3-ലല്ലേ ഉണ്ടാവുക. കാരണം എന്താ? അൺസിമെട്രിക്കൽ ആൽക്കീൻ ആകുമ്പോഴേ മാർക്കോണിക്കോഫ് റൂൾ ഉള്ളൂ. ദിസ് ഈസ് സിമെട്രിക്കൽ ആൽക്കീൻ. സിമെട്രിക്കൽ ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെ കൂടെയുള്ള ഹൈഡ്രജൻ എണ്ണം സെയിം ആണ്. അവിടെ മാർക്കോണിക്കോഫ് റൂൾ ഉണ്ടാവില്ല. സൈക്ലോപെൻറ്റാഡൈനൽ ആനയോണീസ് അരോമാറ്റിക്. വൈ? ഇയാൾ അരോമാറ്റിക് ആണ്. എന്തുകൊണ്ട്? ഞാൻ കാണിച്ചുതരാം. ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ലോൺ പെയർ, നെഗറ്റീവ് ചാർജ്. മോനെ, കണ്ടീഷൻ നമ്പർ 1 ഇയാൾ റിംഗ് ആയിരിക്കുക. റിംഗ് ആണ്. കണ്ടീഷൻ നമ്പർ 2 ഇയാൾ പ്ലനാർ ആയിരിക്കുക. പ്ലനാർ ആണ്. എല്ലാവരും അങ്ങനെയാണ്. ഇയാൾ കോൺജുഗേറ്റഡ് ആയിരിക്കുക. ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഡബിൾ സിംഗിൾ ഡബിൾ സിംഗിൾ സിംഗിൾ 2 സിംഗിൾ അടുപ്പിച്ച് വരുന്നില്ലേ സാർ? 2 സിംഗിൾ അടുപ്പിച്ച് വരുന്നുണ്ടെങ്കിൽ അവർക്കിടയിലുള്ള ആറ്റത്തിന് പോസിറ്റീവോ നെഗറ്റീവോ ചാർജ് ഉണ്ടായാൽ മതി, അത് കോൺജുഗേറ്റഡ് ആവും. വെറുതെ 2 സിംഗിൾ ബോണ്ട് അടുപ്പിച്ച് വന്നാൽ ദാറ്റ് ഇസ് നോട്ട് കോൺജുഗേറ്റഡ്. ഇറ്റ് ഈസ് നോട്ട് കോൺജുഗേറ്റഡ്. പക്ഷേ അതിൻ്റെ ഇടയിലുള്ള ആറ്റത്തിന് പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജ് ഒക്കെ വരികയാണെങ്കിൽ അത് കോൺജുഗേറ്റഡ് ആവും. 4 4n+2 = π ഇലക്ട്രോൺസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഡബിൾ ബോണ്ടിലെ 2 ഇലക്ട്രോൺ പൈ ഇലക്ട്രോണാ. ഡബിൾ ബോണ്ടിലെ 2 ഇലക്ട്രോൺ പൈ ഇലക്ട്രോണാ. ലോൺ പെയറിലെ 2 ഇലക്ട്രോണും പൈ ഇലക്ട്രോണാ. അപ്പോൾ ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, ടോട്ടൽ 6 എന്നാണ് വരിക. സോ 4n = +2 അപ്പുറത്തേക്ക് പോയാൽ 4n = 1. എന്നിൻ്റെ വാല്യൂ 1 വന്നാൽ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. സോ 4 കണ്ടീഷൻ ഉള്ളത് കൊണ്ട് ദിസ് മോളിക്യൂൾ ഈസ് അരോമാറ്റിക്. ഐഡൻറ്റിഫൈ XYZ ഇൻ ദി ഫോളോയിങ് റിയാക്ഷൻ. ഇതാരാ? CH3CH2CH2Br. അതിലേക്ക് ആൽക്കഹോളിക് AH വരുമ്പോൾ ഇവിടുത്തെ ബ്രോമിനും ഇവിടുത്തെ H പോയി അവർക്കിടയിൽ ഡബിൾ ബോണ്ട് ഉണ്ടാവും. CH3CH ഡബിൾ ബോണ്ട് CH2. നേരത്തെ പഠിപ്പിച്ചാലേടാ. ഇതാണ് ഞാൻ പറഞ്ഞ ഓസോണോളിസിസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അറിയണമെങ്കിൽ O3 മാത്രമായിട്ട് വരികയാണെങ്കിൽ എന്താ സംഭവിക്കുക? അതവിടെ നിൽക്കട്ടെ. സിങ്ക് ബാർ H2O കൂടി വന്നാൽ എന്താ സംഭവിക്കുക എന്ന് ആദ്യം എഴുതി തരാം. സിങ്ക് ബാർ H2O കൂടി വന്നാൽ എന്താ സംഭവിക്കുക? ഈ ഡബിൾ ബോണ്ട് പൊട്ടും. എന്നിട്ട് ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെ കൂടെ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ആൽഡിഹൈഡ് ആകും, ഹൈഡ്രജൻ ഇല്ലെങ്കിൽ കീറ്റോൺ ആകും. ഇവിടെ രണ്ടിടത്തും ഹൈഡ്രജൻ ഉണ്ട്. മാത്രമല്ല ഇവിടെ ആൽഡിഹൈഡ് ആയാലുള്ള പ്രൊഡക്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ഇവനെ മാത്രം എഴുതിയാൽ മതി. അതെങ്ങനെ ഉണ്ടാവുക? CH3CHO. ഫസ്റ്റ് ഫ്രാഗ്മെൻറ്റ് മാത്രം എഴുതിയാൽ മതി. CH3CHO അതുവരെ കിട്ടി. അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് അവസ്ഥയുണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ചത് ഈ ഓസോണും സിങ്ക് ബാർ H2 ഒരുമിച്ചാണ്.
ഇനി അത് ഒരുമിച്ചല്ലാതെ ആദ്യം ഓസോൺ വന്നാൽ എന്ത് കിട്ടും, പിന്നെ സിങ്ക് ബാർ H2O വന്നാൽ എന്ത് കിട്ടും എന്ന് രണ്ടാക്കിയിട്ട് എഴുതാനുള്ള ഐഡിയ ആണ് ഞാൻ ഈ പറഞ്ഞിരുന്നത്. ഫൈനൽ പ്രൊഡക്റ്റ് എഴുതാൻ നല്ല എളുപ്പമാണ്. ഡബിൾ ബോണ്ട് പൊട്ടിക്കുക, ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെ കൂടെ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ആൽഡിഹൈഡ് ഇല്ലെങ്കിൽ കീറ്റോൺ. ഈ ഇൻ്റർമീഡിയറ്റ് സ്ട്രക്ചറിൻ്റെ പേരാണ് ഓസോണൈഡ്. ഓസോണൈഡ് എങ്ങനെ വരയ്ക്കുക? ഡബിൾ ബോണ്ട് പൊട്ടിച്ച് അവിടെ കുട്ടപ്പനാക്കി എടുത്ത് വെക്കുക, CH3 CH CH2 എന്നെടുത്ത് വെക്കുക. എന്നിട്ട് അവർക്കിടയിൽ 3 ഓക്സിജൻ ദിങ്ങനെ 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 ഇങ്ങനെ കൊടുക്കുക. കണ്ടിട്ടുണ്ടാകും സ്കൂളിൽ ടീച്ചർ ഇങ്ങനെ ഒരു വീടൊക്കെ വരച്ച് തന്നത്. ഈ സ്ട്രക്ചറിൻ്റെ പേരാണ് ഓസോണൈഡ്. എന്നിട്ട് സിങ്ക് ബാർ H2O റിയാക്ട് ചെയ്യുമ്പോഴാണ് ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുക. ആൽക്കൈൻസ് ക്യാൻ ബി കൺവേർട്ടഡ് സെലക്റ്റീവ്ലി ഇൻ ടു സിസ് ആൽക്കീൻ ആൻഡ് ട്രാൻസ് ആൽക്കീൻ. എടാ, ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ളവൻ, അതിനെ സിസും ട്രാൻസും ആക്കി മാറ്റാൻ പറ്റും. സ്യൂട്ടബിൾ എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. CH3C ട്രിപ്പിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH3 ആരാ മോനെ? ആൽക്കൈൻ അല്ലേ? അതിലെ ട്രിപ്പിൾ ബോണ്ടിനെ ഡബിൾ ബോണ്ട് ആക്കാൻ 2 പേർക്ക് പറ്റും. പലേഡിയം ബാർ കാർബണിനും പറ്റും, സോഡിയം ബാർ ലിക്വിഡ് അമോണിയക്കും പറ്റും. 2 യൂസ് ചെയ്താലും ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആവും. അപ്പോൾ എങ്ങനെയാണ് പ്രൊഡക്റ്റ് ഉണ്ടാവുക? CH3CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3 ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആവും. ആവശ്യത്തിന് ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെയും അതെ, CH3CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. പക്ഷേ ഒരു വ്യത്യാസം എന്താ അറിയുമോ മോനെ? ഈ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിൽ പലേഡിയം ബാർ കാർബണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ മോളിക്യൂളിൻ്റെ സിസ് ഐസോമറാണ് അവിടെ ഫോം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ സിസ് ഐസോമർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്ന് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. CH3H CH3H ഒരേപോലെയുള്ള ആൾക്കാർ ഒരേ സൈഡിൽ വന്നാൽ സിസ് കിട്ടും. പക്ഷേ സോഡിയം ബാർ ലിക്വിഡ് അമോണിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ തന്നെ ട്രാൻസ് ഐസോമറാണ് കിട്ടുക. ഇവിടെ CH3 ഇവിടെ H. സംഭവത്തിൽ രണ്ടും ഒരാൾ തന്നെ, പക്ഷേ ഒരാൾ സിസും ഒരാൾ ട്രാൻസും ആയിരിക്കും. അതാണ് ഈ പലേഡിയം ബാർ കാർബൺ സോഡിയം ബാർ ലിക്വിഡ് അമോണിയയുടെ പ്രത്യേകത, വ്യത്യാസം. പഠിച്ചു വെച്ചേക്കണേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട് ഡസ് നോട്ട് ഷോ സിസ് ട്രാൻസ് ഐസോമറിസം? സിസ് ട്രാൻസ് ഐസോമറിസം എന്ന് പറഞ്ഞാൽ ജോമെട്രിക്കൽ ഐസോമറിസം. ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ 2 കണ്ടീഷൻ ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കുക. ഈ 4 എണ്ണത്തിലും ഡബിൾ ബോണ്ട് ഉണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെ വാലൻസികൾ ഡിഫറൻ്റ് ആവുക. എങ്ങനെ? ഡബിൾ ബോണ്ടഡ് കാർബൺ ഇതല്ലേടാ ഡബിൾ ബോണ്ടഡ് കാർബൺ. ഈ ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെ 2 വാലൻസി, ഒന്ന് H ഉം ഒന്ന് Cl ഉം ഡിഫറൻ്റ് ആണല്ലോ. അങ്ങനെ ആവുക. ഇവിടുത്തെ മാത്രം നോക്കണേ, അങ്ങോട്ട് നോക്കരുത്. ഇവിടെ മാത്രം നോക്ക്. ഈ ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെ 2 വാലൻസി ഡിഫറൻ്റ് ആവുക. അത് ഡിഫറൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് നോക്ക്. പിന്നെ ഇവനെ നോക്കി കൊടുക്കരുത്. ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെ മറ്റ് 2 വാലൻസികൾ ഡിഫറൻ്റ് ആവുക. ഇവിടെയും ഡിഫറൻ്റ് ആണ്. ഒരാൾ H ഒരാൾ Cl. സോ ഈ മോളിക്യൂളിന് കാണിക്കാൻ പറ്റും. മനസ്സിലായിട്ടില്ലാത്തവരുണ്ട്, ശ്രദ്ധിച്ചോ. ഡബിൾ ബോണ്ടഡ് കാർബൺ ഇവിടെ ഈ കാർബണാണ്. അതിൻ്റെ 2 വാലൻസി എന്ന് പറയുന്നത് ഒന്ന് CH3 ഒന്ന് H. ഡിഫറൻ്റാണ്. ഈ ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെ 2 വാലൻസി എന്ന് പറയുന്നത് ഒന്ന് CH3 ഒന്ന് H. ഡിഫറൻ്റാണ്. ചിലർക്ക് തോന്നും സാറേ ഇവിടെ CH3H അവിടെയും CH3H അപ്പോൾ സെയിം അല്ലേ? അങ്ങനെയല്ല നോക്കേണ്ടത്. ഇപ്പുറത്തേക്കും അപ്പുറത്തേക്കും ഒരേ ടൈം 2 ആളെ നോക്കരുത്. ഒരേ ടൈം ഒരാളെ നോക്ക്. ആ ഒരാൾക്ക് 2 വാലൻസ് ഡിഫറൻ്റ് ആണ് നോക്കുക. അവൻ്റെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ആളെ നോക്കുകയാണെങ്കിൽ പഴയവനെ ഓർത്തുകൊണ്ട് നിൽക്കാൻ പാടുണ്ടോ? പഴയവൻ്റെ അത് സെയിം ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ല. ഇവിടെ 2 വാലൻസ് ഡിഫറൻ്റ് ആണോ നോക്കുക, അത്രേ ഉള്ളൂ. ഇങ്ങോട്ട് നോക്കിയ മോനെ, ഇതാണ് ഇവിടുത്തെ ഡബിൾ ബോണ്ടഡ് കാർബൺ. ഡബിൾ ബോണ്ടിൻ്റെ തൊട്ടുമുള്ള കാർബൺ. ഒരു വാലൻസ് CH3 മറ്റൊരു വാലൻസ് ക്ലോറിൻ ഡിഫറൻ്റാണ്. ഒരു വാലൻസ് CH3 മറ്റൊരു വാലൻസ് ക്ലോറിൻ ഡിഫറൻ്റാണ്. ഇവനും പറ്റും. ഇവിടെ നോക്കിയേ, ഇതാണ് ഇവിടുത്തെ ഡബിൾ ബോണ്ടഡ് കാർബൺ. അവിടുത്തെ 2 വാലൻസ് ഏതാ നോക്കിയേ? CH3 2 times. അവിടെ 2 വാലൻസിയും സെയിം അല്ലേടാ. അപ്പോൾ ഇയാൾക്ക് പറ്റൂല. കളി മനസ്സിലായില്ലേ? അപ്പോൾ അപ്പുറത്തെ സൈഡിലോ ഒരാൾക്ക് പറ്റൂലെങ്കിൽ പിന്നെ അയാൾക്ക് കാണിക്കാൻ പറ്റില്ല. അത്ര തന്നെ. ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ചാപ്റ്റർ. നന്നായി പഠിച്ചോ മോനെ, അടിപൊളിയായിട്ട് പരീക്ഷ എഴുതിക്കോ. ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ളൊരു ചാപ്റ്റർ കൂടി ബാക്കിയുണ്ട്. ഇപ്പോൾ തരാം. താങ്ക് യു.